നമസ്കാരം. സാധാരണ ശിവക്ഷേത്രങ്ങളിൽ മൂലവർ ശിവഭഗവാനാണെങ്കിലും മൂലവരെക്കാൾ പ്രശസ്തിയുള്ള മുരുകൻ സന്നിധികൾ ശിവക്ഷേത്രങ്ങൾക്കുള്ളിലുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രശസ്ത ക്ഷേത്രത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാം. ക്ഷേത്രം അരുൾമിகு സുബ്രഹ്മണ്യ സ്വാമി തിരുക്കോവിൽ എങ്കൺ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തിരുവാരൂർ ജില്ലയിൽ എങ്കൺ എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീ പരമേശ്വരൻ ബ്രഹ്മപുരീശ്വരർ എന്ന നാമത്തിലും ദേവി ശ്രീപാർവതി പെരിയനായകി അമ്പാൾ എന്നിങ്ങനെയും അറിയപ്പെടുന്നു. ഇതൊരു ശിവക്ഷേത്രമാണെങ്കിലും ഇവിടെയുള്ള ബാലസുബ്രഹ്മണ്യ സ്വാമിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. പ്രത്യേകിച്ചും കണ്ണ് സംബന്ധപ്പെട്ട അസുഖങ്ങൾ മാറ്റുമെന്ന് പ്രശസ്തിയുള്ള ക്ഷേത്രമാണിത്. തീവ്ര മുരുകഭക്തനായ അരുണഗിരിനാഥർ ഈ ക്ഷേത്രത്തിലെ മുരുകനെ തന്റെ തിരുപ്പുകളിൽ പാടിയിട്ടുണ്ട്. സിക്കൽ സിംഗാരവേലവർ ക്ഷേത്രം, എട്ടുകുടി മുരുകൻ ക്ഷേത്രം, എങ്കൺ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നീ 3 ക്ഷേത്രങ്ങളിലെ മുരുക വിഗ്രഹങ്ങളും ഒരേ ശില്പിയാണ് നിർമ്മിച്ചത് എന്നാണ് പറയുന്നത്. ഭൃഗുമുനിയുടെ ശാപത്താൽ സിംഹവർമ്മൻ എന്ന രാജാവിന്റെ മുഖം സിംഹമുഖമായി മാറി. സിംഹവർമ്മൻ വൃദ്ധകാവേരിയിൽ നീരാടി എങ്കൺ വേലവനെ ദിനവും ദർശിച്ചു വരവേ ഒരു തൈപ്പൂയ തിരുനാളും പൗർണമി തിഥിയും കൂടിയ ശുഭദിനത്തിൽ ശ്രീമുരുകൻ ആറുമുഖത്തോടെ മയിൽമേൽ അമർന്ന രൂപത്തിൽ സിംഹവർമ്മന് ദർശനം കൊടുത്ത് മുഖം പഴയപടിയാക്കി കൊടുത്തു എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. പുരാണ കഥ പ്രകാരം ശ്രീമുരുകൻ ബ്രഹ്മദേവനോട് പ്രണവമന്ത്രത്തിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ ബ്രഹ്മാവിനത് വിശദീകരിക്കാനായില്ല. പ്രണവമന്ത്രത്തിന്റെ അർത്ഥം അറിയാത്തവർ സൃഷ്ടികർമ്മത്തിന് അർഹരല്ല എന്ന് പ്രഖ്യാപിച്ച് ശ്രീമുരുകൻ ബ്രഹ്മാവിനെ തടവിലാക്കിയ സ്ഥലമാണ് ഓതിമല. അതിനുശേഷം ശ്രീമുരുകൻ തന്നെ സൃഷ്ടികർമ്മം ഏറ്റെടുത്തു. മുരുകന്റെ സുന്ദര സൃഷ്ടിയിൽ ജീവജാലങ്ങളെല്ലാം പുണ്യാത്മാക്കളായപ്പോൾ ഭൂമിയുടെ ഭാരം താങ്ങാനാവാതെ ശ്രീമുരുകനിൽ നിന്നും സൃഷ്ടികർമ്മം ബ്രഹ്മാവിലേക്ക് തന്നെ മാറ്റണമെന്ന് ഭൂമിദേവി ശിവഭഗവാനോട് അഭ്യർത്ഥിച്ചു. ശ്രീ പരമേശ്വരൻ മുരുകനെ സമീപിച്ച് ബ്രഹ്മദേവനെ വിട്ടയക്കാൻ നിർദ്ദേശിച്ചു. ശ്രീമുരുകൻ അനുസരിച്ചു. പക്ഷേ പ്രണവമന്ത്രത്തിന്റെ അർത്ഥം അറിയാത്തവർക്ക് സൃഷ്ടികർമ്മം വിട്ടുകൊടുക്കില്ല എന്ന് വാശി പിടിച്ചു. ശിവഭഗവാൻ മകനെ സമാധാനപ്പെടുത്തി തനിക്ക് പ്രണവമന്ത്രം ഉപദേശിച്ചതുപോലെ ബ്രഹ്മദേവനും ഉപദേശിക്ക് എന്ന് നിർദ്ദേശിച്ചു. ശ്രീമുരുകൻ അപ്രകാരം ബ്രഹ്മന് പ്രണവമന്ത്രോപദേശം ചെയ്ത് സൃഷ്ടികർമ്മത്തിന്റെ ചുമതല തിരിച്ചേൽപ്പിച്ചു. ബ്രഹ്മദേവൻ തന്റെ 8 കണ്ണുകളാൽ ശ്രീമുരുകനെ പൂജിച്ചതിനാൽ ഈ പ്രദേശം എങ്കൺ, ബ്രഹ്മപുരം എന്നെല്ലാം അറിയപ്പെട്ടു. എങ്കൺ ക്ഷേത്രത്തിലെ സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. സിക്കൽ എന്ന സ്ഥലത്തിനടുത്തായി പൊരുൾവൈത്തച്ചേരി എന്ന ഗ്രാമത്തിൽ പവിത്രൻ എന്നൊരു മഹാശില്പി ജീവിച്ചു വന്നിരുന്നു. എന്നേരവും ശരവണഭവ എന്നുച്ചരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്ര മുരുകഭക്തനായ അദ്ദേഹത്തെ ജനങ്ങൾ ശില്പമുനി എന്ന് വിളിച്ചു വന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം ഒരു മനോഹരമായ മുരുകശില്പം നിർമ്മിച്ചു. ഇത് കണ്ട് ആ പ്രദേശം ഭരിച്ചിരുന്ന മുത്തരശൻ എന്ന രാജാവ് ഈ ശില്പത്തിന്റെ പെരുമ തനിക്ക് തന്നെ വേണം, ഇതുപോലൊരു ശില്പം ഇനി ശില്പി എവിടെയും നിർമ്മിക്കാൻ പാടില്ല എന്നുറച്ച് ശില്പിയുടെ കൈയുടെ തള്ളവിരൽ വെട്ടിക്കളഞ്ഞു. രാജാവ് ശ്രീമുരുകന്റെ ശില സിക്കൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. മനപ്രയാസത്തോടെ ശില്പി അടുത്ത ഗ്രാമത്തിൽ ചെന്ന് ശ്രീമുരുകന്റെ ആശീർവാദത്തോടെ അതേപോലെ വേറൊരു മുരുകൻ ശില നിർമ്മിച്ചു. ശിലയിൽ അവസാന മിനുക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവ് അവിടെ എത്തി. രാജാവിനെ കണ്ടതും പേടിച്ച മയിൽ ശില്പത്തിന് ജീവൻ വന്ന് അത് ശ്രീമുരുകനെയും കൊണ്ട് ആകാശത്തേക്ക് പറന്നു. രാജഭടന്മാർ എത്തിപ്പിടി എന്ന് കൂവി വിളിച്ച് എങ്ങനെയോ മയിലിനെ പിടികൂടി. ശില്പി മയിലിന്റെ കാലുകളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയതോടെ മയിൽ ശിലയായി നിന്നു. അതാണ് എട്ടുകുടി ക്ഷേത്രത്തിലെ മുരുകന്റെ ശില. പക്ഷേ എന്നിട്ടും മനസ്സലിയാത്ത രാജാവ് ശില്പിയുടെ അനുസരണക്കേടിന് ശിക്ഷയായി ശില്പിയുടെ 2 കണ്ണുകളും ചൂഴ്ന്നെടുത്തു. വലതുകൈയുടെ തള്ളവിരലും 2 കണ്ണുകളും ഇല്ലാതെ മനസ്സുടഞ്ഞുപോയ ശില്പി ബാലികയായ തന്റെ മകളുടെ സഹായത്തോടെ വന്യമരങ്ങൾ നിറഞ്ഞ കാടായ പുരാണങ്ങളിൽ സമീപനം എന്നറിയപ്പെട്ടിരുന്ന പ്രദേശത്തെത്തി ശ്രീമുരുകന്റെ നിർദ്ദേശപ്രകാരം തന്റെ ഉൾക്കണ്ണുകൊണ്ടും മകളുടെ സഹായത്തോടെയും ശ്രീമുരുകന്റെ മനോഹരമായ ഒരു ശില നിർമ്മിച്ചു. ശില്പത്തിന്റെ കണ്ണു തുറക്കുന്ന തരുണത്തിൽ ശില്പിയുടെ കൈയിലെ ഉളി വഴുതി അരികിൽ സഹായിച്ചു കൊണ്ടിരുന്ന മകളുടെ കയ്യിൽ തട്ടി രക്തം ചിതറിത്തെറിച്ച് ശില്പിയുടെ കണ്ണിൽ വീണതും ശില്പി എൻ കൺ മുരുക എന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു. ആ സമയം ശ്രീമുരുകൻ ശില്പിയുടെ കണ്ണിന്റെ കാഴ്ചയും വലതു കൈയിലെ വിരലും ശരിയാക്കി കൊടുത്ത് അനുഗ്രഹിച്ചു. അതോടെ ഈ പ്രദേശം എങ്കൺ എന്നറിയപ്പെട്ടു. ശ്രീമുരുകൻ തന്നെയാണ് ശില്പിയുടെ മകളുടെ രൂപത്തിൽ വന്ന് ശില്പിയെ സഹായിച്ചത് എന്നതാണ് ഭക്തജന വിശ്വാസം. രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി ശില്പമുനിയോട് ക്ഷമ ചോദിച്ച് എങ്കൺ ക്ഷേത്രത്തിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. ശില്പമുനിയുടെ ജീവസമാധി എങ്കൺ ക്ഷേത്രത്തിലെ രാജഗോപുരത്തിന് ഇടതുവശത്തായി വന്യമരത്തിനടിയിലുണ്ട്. വളരെ മനോഹരമായ കാതിൽ കുണ്ടലങ്ങൾ അണിയാൻ പാകത്തിനും വിരലുകളിൽ മോതിരങ്ങൾ അണിയാൻ പാകത്തിനും ഇടവിട്ടുകൊണ്ടുള്ള 6 മുഖ ശില്പമാണ് ഇവിടെ ശ്രീമുരുകന്റേത്. ശ്രീമുരുകന്റെ ശരീരത്തിന്റെ ഭാരം മുഴുവനും മയിൽ തന്റെ 2 കാലുകളിൽ ചുമക്കുന്നു എന്നതാണ് അതിശയം. 1500 വർഷത്തിലധികം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 5 നില രാജഗോപുരത്തോടെ 2ാം കുലോത്തുംഗ ചോഴന്റെ കാലത്ത് പുനർനിർമ്മാണം ചെയ്യപ്പെട്ട കോവിലാണിതെന്നാണ് അനുമാനം. ക്ഷേത്ര കൊടിമരവും ബലിപീഠവും നന്ദി ഭഗവാനെയും കടന്ന് അകത്ത് പ്രവേശിച്ചാൽ പ്രധാന സന്നിധിയിൽ മൂലവർ ബ്രഹ്മപുരീശ്വരർ ശിവലിംഗ തിരുമേനിയായി അനുഗ്രഹം ചൊരിയുന്നു. പങ്കുനി മാസത്തിൽ 3 നാൾ സൂര്യൻ തന്റെ കിരണങ്ങളാൽ ബ്രഹ്മപുരീശ്വരർക്ക് അർച്ചന ചെയ്യുന്നു.
അർദ്ധമണ്ഡപത്തിലാണ് പെരിയനായികയമ്മൻ സന്നിധി. അമ്പാൾ 4 കരങ്ങളോടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. അമ്പാൾ സന്നിധിക്കും ശ്രീമുരുകന്റെ സന്നിധിക്കും ഇടയിലാണ് ഷൺമുഖനാഥർ ദേവസഭയും നടരാജർ സഭയും. 2 നിലകളോടെയും കൊടിമരത്തോടെയും ബലിപീഠത്തോടെയും മയിൽവാഹനത്തോടെയുമാണ് ശ്രീമുരുകന്റെ സന്നിധി. ശ്രീമുരുകൻ ഈ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമി എന്ന നാമത്തിൽ 6 മുഖത്തോടെ 3 മുഖം മുന്നിലും 3 മുഖം പിന്നിലുമായി 12 കരങ്ങളിൽ വേൽ, അമ്പ്, കത്തി, ചക്രം, പാശം, ശൂലം, വില്ല്, കേടയം, പൂവൻകോഴി കൊടിയടയാളം, അങ്കുശം എന്നിവയോടെ മയിലിന്റെ പുറത്ത് ഗംഭീരമായി തെക്ക് ദർശനമായി അമർന്നിരിക്കുന്ന ശില്പമാണ്. ഇരുവശത്തുമായി പത്നിമാരായ വള്ളിയും ദേവയാനിയും തനി ശിലകളായി നിലകൊള്ളുന്നു. ശ്രീമുരുകൻ തെക്ക് ദിശയിലേക്ക് നോക്കി നടരാജർ അംശത്തോടെ ഇരിക്കുന്നതിനാൽ ഈ സന്നിധിക്ക് സഭ എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വിഗ്രഹം എപ്പോഴും ചൂടോടെ ഇരിക്കുന്നു എന്നും രക്തോട്ടമുണ്ട് ശരീരത്തിൽ എന്നും ഭക്തജനങ്ങൾക്കിടയിൽ പ്രബലമായ വിശ്വാസമുണ്ട്. ദക്ഷിണാമൂർത്തി സ്വരൂപമായി തെക്ക് ദർശനമായി ജ്ഞാനകാരകനായി ഇരിക്കുന്നതിനാലും യമദിശ നോക്കി കാലസംഹാരമൂർത്തി പോലെ ആയുരാരോഗ്യകാരകനായി ശ്രീമുരുകൻ അരുൾപാലിക്കുന്നതിനാൽ ഈ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ജ്ഞാനം കൈവരും എന്നാണ് വിശ്വാസം. കണ്ണിന്റെ കാഴ്ചശക്തി കുറയുന്ന അസുഖമുള്ളവർ ഇവിടെയുള്ള കുമാരതീർത്ഥത്തിൽ നീരാടി 12 മാസങ്ങളിൽ വിശാഖ നക്ഷത്രത്തിൽ ഷൺമുഖാർച്ചന ചെയ്താൽ അസുഖങ്ങൾ വേഗം ഗുണമാവും എന്നാണ് പറയുന്നത്. ഭക്തർ ഭഗവാന് പാൽ, നല്ലെണ്ണ, മഞ്ഞൾപ്പൊടി, ദ്രവ്യപ്പൊടി, പഞ്ചാമൃതം, തൈര്, നെയ്യ്, പനിനീർ, പഴങ്ങൾ, ഭസ്മം, ചന്ദനം, ഇളനീർ എന്നിവ കൊണ്ടെല്ലാം അഭിഷേകങ്ങൾ നടത്തുന്നു. അതല്ലാതെ പാൽക്കുടം എടുക്കുന്നത്, മുടി കാണിക്ക കൊടുക്കുന്നത്, വിളവ് ധാന്യങ്ങളും ആട്, കോഴി എന്നിവയും ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നു. ക്ഷേത്രത്തിൽ പ്രധാന മൂർത്തികളെ കൂടാതെ നർത്തന വിനായകർ, ദക്ഷിണാമൂർത്തി, അർദ്ധനാരീശ്വരർ, ബ്രഹ്മാവ്, ദുർഗ, പ്രധാന വിനായകർ, പഞ്ചഭൂതലിംഗങ്ങൾ, ഗജലക്ഷ്മി, ചണ്ഡികേശ്വരർ, ശ്രീമുരുകൻ, കാശി വിശ്വനാഥർ, വിശാലാക്ഷി, ഭൈരവർ, നവഗ്രഹങ്ങൾ, സപ്തകന്യകമാർ, ലിംഗോദ്ഭവർ, നടരാജർ, ശിവകാമിയമ്മൻ, സൂര്യൻ എന്നിങ്ങനെ ധാരാളം ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം വന്യമരം. ക്ഷേത്രതീർത്ഥം കുമാരതീർത്ഥം, ബ്രഹ്മതീർത്ഥം, ദർശന പുഷ്കരണി. ആഗമവിധി പ്രകാരമുള്ള 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. തൈപ്പൂയം, ബ്രഹ്മോത്സവം 11 നാൾ, തേരോട്ടം, ഐപ്പശി കന്ദഷഷ്ടി, മാസിമകം, തൃക്കാർത്തിക, പങ്കുനി ഉത്രം, ദീപാവലി, പൊങ്കൽ, തമിഴ് ആംഗല പുതുവർഷ ദിനങ്ങൾ, ശിവരാത്രി കൂടാതെ എല്ലാ മാസവും കാർത്തിക നക്ഷത്രവും ചൊവ്വ വെള്ളി ദിവസങ്ങളും ക്ഷേത്രത്തിൽ വിശേഷപ്പെട്ടത്. പൂജാ സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ കുംഭകോണത്ത് നിന്ന് 30 കിലോമീറ്റർ, തിരുവാരൂരിൽ നിന്ന് 14 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവാരൂർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.